ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലബാറിലെ സമൂഹം, ജനങ്ങൾ, അത് മുസ്ലിങ്ങളാവാം അമുസ്ലിങ്ങളാവാം, മറ്റു ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാം മതത്തിൽ വിശ്വസിക്കാത്തവരാവാം, അവരൊക്കെ എന്തുകൊണ്ട് സാമ്പത്തികമായിട്ട് മിഡിൽ ക്ലാസ്സിന് താഴെ ലെവലിലേക്ക് വന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ മിഡിൽ ക്ലാസ് എന്ന് ആദ്യം പറയുമ്പോഴേ എന്താ മാറ്റം ഉണ്ടാക്കുന്നത്? പണ്ട് പൈസക്കാർ വരുമ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ കീഴിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാനാണ് മിഡിൽ ക്ലാസ് ഉദ്ദേശിക്കുന്നത്? അല്ല, മിഡിൽ ക്ലാസ് എന്നുള്ള ഉദ്ദേശിച്ചത് ഒരു ദിവസം ജോലിയെടുത്താൽ അവർക്ക് ജീവിക്കാൻ കഴിയും. ഒരു ദിവസം ജോലി എടുത്തില്ലെങ്കിൽ അവർക്ക് അന്നത്തെ അവരുടെ അടുപ്പ് പുകയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ മുന്നോട്ട് ഒരു എമർജൻസി കേസുകൾ, ഒരു ഹോസ്പിറ്റൽ കേസുകൾ വന്നാൽ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ജൂൺ ജൂലൈ മാസത്തിൽ കുട്ടികളുടെ പുസ്തകം, ബാഗ്, യൂണിഫോം, ആ സമയത്ത് വന്നാൽ അവരുടെ സ്വൈര ജീവിതം, അതായത് ഭക്ഷണത്തിന് കുറവ് വരുത്തേണ്ട അവസ്ഥ, ഇതൊന്നും ഇല്ലാത്ത, ഈ കുറവ് വരുത്തേണ്ട ഒരു അവസ്ഥ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് മിഡിൽ എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ മിസ്കീനും ഫക്കീറും അല്ലാത്തൊരവസ്ഥ. ഈ മലബാറിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമൂഹം ഭൂരിപക്ഷം ആളുകളും ഫക്കീറോ അല്ലെങ്കിൽ മിസ്കീനോ ആണ് എന്നുള്ളതാണ്. ഇപ്പൊ സാധനത്തിന്റെ വില നോക്കുകയാണെങ്കിൽ അത് സാധാരണ കൂലി കിട്ടുക 800 രൂപയാണ് ഒരു കൂലി കിട്ടുക. ആ 800 രൂപക്ക് അതിന് ഒരു ദിവസം ചെലവ് വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സാധനങ്ങൾക്ക് വില കൂടുന്നതിനനുസരിച്ച് ജനങ്ങളുടെ കൂലി വേതനം വർദ്ധിക്കുന്നില്ല. അത് സാലറിഡ് ആയ ആളുകളുടെ ആയിക്കോട്ടെ, കൂലിപ്പണി, അവരുടെ വേതനം വർദ്ധിക്കുക. അതൊക്കെ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ എഫക്റ്റ് ഈ സാലറിയിലെ മാർക്കറ്റിലെ വിലവർദ്ധനവിന്റെ എഫക്റ്റ് സാലറിയിലോ കൂലിയിലോ വരുന്നത് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോക്ക് വീണ്ടും അത് വർദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാർക്കറ്റ് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മിഡിൽ ക്ലാസ് ഫാമിലി നമുക്ക് പൈസന്റെ മണി സേവിങ്സ് നമുക്ക് തീരെ ഇല്ല എന്നുള്ളതാണ്. സാധിക്കും, പക്ഷെ അവരതിന് തയ്യാറാവണില്ല. ഉദാഹരണമാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്കൊരു വീടുണ്ടെങ്കിൽ, എൻ്റെ അപ്പുറത്തെ വലിയ വീടുണ്ടെങ്കിൽ എനിക്കത് വേണം. സ്വാഭാവികമായിട്ട് അവനക്ക് 1 ലക്ഷം രൂപ സാലറി, എനിക്ക് ആ കൈമേലെ സാലറി ഉള്ളൂ, പക്ഷെ എനിക്ക് അത് മോശിച്ചിട്ട് കാര്യമില്ല. അത് കമ്പാരിസൺ എന്നുള്ള പ്രശ്നം കൂടുതലായിട്ട് നടക്കുന്നത് നമ്മുടെ വലിയ വിഷയം തന്നെയാണ്. അത് വലിയൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ സേവിങ്സ് ഇല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു വർഷം നമ്മള് ഒരു കൃഷിക്കാരാകുമ്പോൾ ഒരു നിശ്ചിത മാസത്തിൽ നല്ല കൊയ്ത്തുണ്ടാവും, അല്ലെങ്കിൽ തേങ്ങയാണെങ്കിൽ തേങ്ങ വിളവെടുപ്പ് ഉണ്ടാവും. ഈ വിളവെടുപ്പ് കാലത്ത് നല്ല പണം അവർക്ക് കിട്ടും. പക്ഷെ അവരത് സേവ് ചെയ്യാതെ ആ സമയത്ത് തന്നെ വീട് മോടി പിടിപ്പിക്കൽ, അല്ലെങ്കിൽ മറ്റു ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് വാങ്ങൽ. സേവ് ചെയ്യുന്ന പറയുന്നല്ലോ, ഈ സേവ് ചെയ്യുന്നത് എക്സ്പെൻസ് സേവ് ചെയ്യാൻ കഴിയാത്തത്. ഇതാ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കല്യാണം വന്നാൽ, ഇതാണ് നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കല്യാണം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോ അപ്പോൾ ഫോട്ടോഷൂട്ട് വേണം. ഇതൊക്കെ ആ ഒരു ദിവസം വേണ്ടി അവർ എത്ര രൂപ ചിലവാക്കും? ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു. പക്ഷെ അത് ഇവരുടെ ഫ്യൂച്ചറിൽ ഇവരുടെ സന്തതികൾക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുന്നതിന്റെ പോരായ്മയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള ആളുകളെ അനുകരിച്ച്, അതായത് ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളെ അനുകരിച്ച് മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ ലോ ലെവലുള്ളവരും അവരെ അനുകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിത നിലവാരം താഴ്ന്നു പോകുന്നവർക്ക് ആ ഇതിന് വേണ്ടിയിട്ട് കടം വാങ്ങേണ്ട അവസ്ഥ, ബാങ്ക് ലോൺ എടുക്കേണ്ട അവസ്ഥ. ബാങ്ക് ലോണൊക്കെ എന്ന് പറഞ്ഞാൽ അത് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ അനുകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റുള്ളവരെ അനുകരിച്ച് വിവാഹത്തിലും മറ്റും മാമൂലുകളിലും ഒക്കെ നമ്മൾ അനുകരിച്ച് ആവശ്യമില്ലാതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തില് ഒരാള് ഭാര്യനെ പ്രസവത്തിന് കൊണ്ടുപോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ മാമൂലുകളുണ്ട്. അത് ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അതിൽപ്പെട്ടൊരു ചിലത് അംഗീകരിക്കാൻ പറ്റൂല. അതായത് മാമൂലിൽപ്പെട്ടൊരു മാമൂലാണ്, ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യ വീട്ടുകാര് ഭർത്ത വീട്ടിലേക്ക് എന്ത് വേണം? ബേക്കറി കൊണ്ടുവരണം. അത് ബേക്കറി പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, എന്തായാലും മിനിമം 4000-5000 രൂപയുടെ ബേക്കറി ഉണ്ടാവും. അത്രത്തോളം ബേക്കറി ഉണ്ട്. ഇത് നമ്മൾ ഭാര്യന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഭാര്യക്ക് കഴിക്കാൻ കിട്ടുമെന്നൊരു നമുക്കൊരു
കിട്ടൂല എന്ന് വേറെ ചർച്ചയാണ്. കിട്ടുന്നതിന്റെ ആത്മസംതൃപ്തിയിലുണ്ടാവും. ഈ ഭർത്താവിന് പ്രസവത്തിന് കൊണ്ടുപോകുന്ന ഭാര്യയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ബേക്കറി കൊണ്ടുവന്നിട്ട് എന്ത് ഉപകാരമാണ്? ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ജീവിക്കുന്ന മോഡേൺ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ രണ്ട് തരം തിരിച്ചു. ഒന്ന് മോഡേൺ എറിയും, പാസ്റ്റ് എറിയും. ഈ പാസ്റ്റ് മോഡേണുകൾ കൂട്ടിച്ചേർക്കുന്ന പ്രശ്നമാണ് ഇത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോ. പാസ്റ്റ് പണ്ടത്തെ കാര്യം എന്നാൽ ഇപ്പോൾ ജെൻസിന് വിഷയമുണ്ട്. നമ്മളെന്താണ് ന്യൂജൻ ആൾക്കാർ. ഈ ന്യൂജൻ ആളുകൾ തന്നെയാണല്ലോ ഇത് അംഗീകരിക്കുന്നത്. 2K കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ പഴയ ലൈഫ് അംഗീകരിച്ച് വരുന്നത്. അതെ, ശരിയാവപ്പോ അതായത് 2K കിഡ്സ് എന്നവർ വലിയ മേനി അടിക്കുന്നുണ്ടെങ്കിലും ഒരു സാമ്പത്തിക മേഖല നമ്മൾ കാര്യമായിട്ടുള്ള ശ്രദ്ധ അവർ ചെലുത്തുന്നില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ പുതിയ തലമുറയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് 2K കിഡ്സ് എന്ന് പറയാൻ ആഴ്ചയിൽ 1-2 ദിവസം പണിക്ക് പോകും. എന്നിട്ട് ബാക്കിയുള്ളത് കിട്ടിയ പണം ചെലവഴിക്കാൻ വേണ്ടി ടൂറോ അല്ലെ ട്രിപ്പുകളോ മറ്റു ഭക്ഷണം കഴിക്കാൻ പോലൊക്കെ ആയിട്ട് ബാക്കി 3 ദിവസം ഉണ്ടാവില്ല, പണിക്ക് പോവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ലൈഫിൽ ഇത്ര ടൈം, ഒരു മാസത്തിൽ ഇത്ര സമയമുള്ളൂ. ആ സമയത്ത് നമുക്ക് ജോലി എടുക്കാൻ പറ്റുന്ന സമയത്ത് ജോലി എടുത്താലേ നമുക്ക് പണം കിട്ടുള്ളൂ. പക്ഷെ ഇവരെന്താണ്, കിട്ടിയ പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ജോലിക്ക് ആള് വിളിച്ചാലും അന്ന് ലീവ് എടുത്തുകൊണ്ട് പണിക്ക് പോകാത്തൊരവസ്ഥ. അതെ, ഇപ്പോ ഇതിന്റെ മെയിൻ വിഷയം ഇപ്പൊ ജനങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയയിലാണ്. പണ്ടത്തെ കാലത്ത് പറയുമ്പോൾ സോഷ്യൽ മീഡിയ സാധനം ഇല്ല. അന്ന് ജനങ്ങൾ അവർക്കുള്ളത് അവരുടെ വീട്, കുടുംബക്കാർ, നാട്ടുകാർ, ഈ ചിന്തയുള്ളൂ. ഇന്ന് കാലം അങ്ങനെയാണോ? ഇന്ന് മനുഷ്യർ സ്വന്തത്തിലേക്ക് ചുരുങ്ങി. അതുകൊണ്ട് അവർ 2 ദിവസത്തിന് വേണ്ടി പണിക്കുന്നത്. ഇനി വരും തലമുറ ഇതേ പ്രശ്നമാവും. കാരണം ഇന്നത്തെ 2K കിഡ്സ് ചിന്തിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയാണ്. അന്ന് നമ്മളെ പുറമുള്ള ആൾക്കാർ ചിന്തിച്ചത് എനിക്കും എൻ്റെ മക്കൾക്കും എന്താണ് ഇവിടെ ജീവിക്കണം. അവര് പണിക്ക് വരുന്നു. അന്ന് ഈ വയസ്സായ 40, 45, 60 വയസ്സിൽ അവരെന്തായിരുന്നു വിദേശത്ത് ജോലി ചെയ്തിരുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഇന്ന തലമുറ അങ്ങനെയല്ല. അപ്പൊ വരും തലമുറയിൽ സാമ്പത്തിക മാന്ദ്യം തന്നെ ഉറപ്പായിട്ട് ഈ മിഡിൽ ഈ മലബാർ ഏരിയയിൽ സ്വാഭാവികം പ്രതീക്ഷിക്കണം. നമ്മള് പലപ്പോഴും യൂറോപ്പിനെ അനുകരിക്കുക എന്ന് പറയും. ഈ 2K കിഡ്സ് പറയുന്നതാണ്. യൂറോപ്പിനെ അനുകരിക്കുക എന്നാൽ അവര് കുറച്ച് ദിവസം ജോലിക്ക് പോകുന്നു. അതായത് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് 9 മാസം അവർ ജോലി ചെയ്യും. ബാക്കി 3 മാസം വേൾഡിൽ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക ആ പണം കൊണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇവർ ജോലി ചെയ്യുന്ന സമയത്തും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റു സ്റ്റോക്ക് മാർക്കറ്റുകളിലോ മറ്റ് മാർക്കറ്റുകളിലൊക്കെ ആയിട്ട് ഗോൾഡിലോ സിൽവറിലൊക്കെ ആയിട്ട് അവർ ചിലവഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ്, ഈ 3 മാസം ജോലി ട്രിപ്പ് അടിക്കുന്ന സമയത്തും അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഈ മ്യൂച്വൽ ഫണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നു, മറ്റു മാർക്കറ്റുകൾ ഗോൾഡ് സിൽവർ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വെറും എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻസ്, നോട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു സേവിങ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു സേഫായിട്ട് ജീവിതം മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈയാട്ടേണ്ട അവസ്ഥയാണ് നമുക്കുണ്ടാവുക. അതാണ് ഈ 2K കിഡ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവര് സാമ്പത്തികം എന്നവർ ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് വേണ്ടത് എനിക്ക് ഇപ്പോൾ എന്ത് ലക്ഷറി വേണം, എനിക്ക് വണ്ടി വേണം, വണ്ടി എണ്ണടിക്കണം, പോകണം. ആ എണ്ണടിക്കാനുള്ള പൈസക്ക് അവര് കാറ്ററിംഗ് പോകുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും ചൈൽഡ് ലേബർ അനുവദിക്കില്ല. പക്ഷെ ഇപ്പൊ കാറ്ററിംഗ് പോകുന്ന കുട്ടികൾ എത്ര വയസ്സിൽ പോകുന്നു? അവരെന്തൊക്കെ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ എല്ലാ ഐഫോൺ സുലഭമാണ്. അവര് ഐഫോൺ വീട്ടെടുത്തപ്പോ ക്യാഷ് ഉണ്ടാക്കുന്നില്ലേ? എന്തിനാ ഉണ്ടാക്കുന്നത്? അവര് അതായത് ലക്ഷറി ലൈഫാണ് ഈ പ്രായത്തിൽ തന്നെ. നമ്മളെ കാലത്തൊക്കെ നമ്മളൊക്കെ എന്താണ് ഒരു 2000 അന്നിപ്പോ 2000-1000 രൂപക്ക് സൈക്കിൾ കിട്ടിയിരുന്നു. ആ സൈക്കിള് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട്. എൻ്റെ ലൈഫിലൊന്നും എനിക്ക് സൈക്കിള് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സൈക്കിൾ പഠിക്കുന്നത് നമുക്ക് പിന്നെ അയൽവാസികളോട് ചോദിക്കാനൊക്കെ ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ സൈക്കിൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്. അതായത് നമ്മളെ സാമ്പത്തികാവസ്ഥ അങ്ങനെയായിരുന്നു. അതേ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അന്ന് ആ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് അവസ്ഥയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പൈസ ഉണ്ട് പക്ഷെ സേവ് ചെയ്യാതെ ലക്ഷറി ആയിട്ട് ചെലവഴിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സേവിങ്സ് ഉണ്ടാവുക. നമുക്ക് അന്നേ സേവിങ്സ് ഇല്ല, ഇവർക്ക് സേവിങ്സിന് അവസരം ഉണ്ടായിട്ട് അവസരം അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ, ഈ സേവിങ്സ് ഉണ്ടാകുന്നത് മാത്രം അവർക്ക് ജീവൻ കിട്ടുവാൻ കഴിയും? അതുകൊണ്ട് 2 കിഡ്സ് വരുന്നുണ്ടല്ലോ, ഇനി ഞാൻ പറയും ജോലി ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി ഇപ്പത്തെ പൈസ ഉണ്ടാക്കും. എന്നാലും
ഈ പൈസ കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇല്ല, സേവിങ്സ് അതായത് ഒരുപാട് കാര്യങ്ങൾ ലൈഫ് നമ്മൾ സാമ്പത്തികമായിട്ടാണ് കൂടുതൽ അതിൽ പറയുന്നത് ചർച്ച ചെയ്തത്. നമ്മൾ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു മെന്റാലിറ്റി വേണം. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനും കാര്യങ്ങളെ പോസിറ്റീവ് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മെന്റാലിറ്റി വേണം. ഈ മെന്റാലിറ്റി ചെറുപ്പത്തിൽ അവർക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടും അവർക്ക് 5,000-6,000 രൂപ വീട്ടിൽ നിന്ന് പണിക്കും കിട്ടുമ്പോൾ ഈ മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇല്ല, കഴിയില്ല. കഴിയൂല. പിന്നെ നമ്മളെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് കിട്ടാത്തൊരവസ്ഥ, ആവശ്യത്തിന് പോലും കിട്ടാത്ത അവസ്ഥ, ഇപ്പോഴത്തെ ആളുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്ന അവസ്ഥ. രണ്ടിന്റെ തലാണ്. അന്ന് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. നമ്മളിപ്പോ എന്താകുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജനറേഷൻ ചെയ്തേക്കുന്നു. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് കിട്ടുന്നുണ്ട്, അവരെന്താകുന്നില്ല, അവർ വരുന്ന ജനറേഷൻ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ അനുഭവങ്ങൾ, നമ്മൾ വീട്ടിലെ അനുഭവങ്ങൾ, സാമൂഹിക അനുഭവങ്ങൾ. ഇനി അതിലൊന്നും പഠിക്കാത്ത ആളുകൾ പഠിക്കുക എപ്പോൾ ചോദിച്ചാൽ ഒരു 30 വയസ്സ് കഴിയുന്ന സമയത്ത് അവർ കുടുംബജീവിതമായി, 1-2 കുട്ടികളായി, സ്വന്തമായിട്ടൊരു വീടായി, പിന്നെ ജോലി സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇടപെടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ലൈഫ് തുടങ്ങുന്നത് 30-ാം വയസ്സ്, 30-ന് ശേഷമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലൈഫ് തുടങ്ങുന്നത്. അവനക്ക് കുട്ടിക്കാലം കഴിഞ്ഞ് ബാല്യ യുവത്വമൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ ലൈഫ് തുടങ്ങുന്നത് അവൻ്റെ ഇത് തിരിച്ചറിഞ്ഞ്, അതായത് 40-നോടടുത്ത സമയം എന്നുള്ളത് എല്ലാ വിശ്വാസികളും എല്ലാ മതവിശ്വാസത്തിലും സമൂഹത്തിലൊക്കെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് 40 എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരൊക്കെ 40-ാം വയസ്സിൽ വരുന്നത്. അങ്ങനത്തെ അത് വേറെ വിഷയം ഉണ്ടല്ലോ. അപ്പൊ 40-ാം വയസ്സിന് ശേഷം ജീവിതം തുടങ്ങും പറയുമ്പോൾ ആ 40-ാം വയസ്സിന് ശേഷം ജീവിക്കാനും അസറ്റ് വേണ്ടേ? അസറ്റ് വേണം എന്നുള്ളത്. പക്ഷെ ആ സമയത്തും നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും KFCയുടെ കഥ നമ്മൾ പലപ്പോഴും കേൾക്കാം. അദ്ദേഹം 70-ാം വയസ്സിലോ എന്തോ ആണ് KFCന്റെ പേറ്റന്റ് എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ലോകത്ത് വലിയ കോടീശ്വരനായി. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് സ്ട്രഗിള്, ഇതിന് മസാല കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിരസിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊരു മോട്ടിവേഷന് പറയാൻ പറ്റുന്നതാണ്. അതിനപ്പുറത്ത് അതിൽ അദ്ദേഹം എഫക്ട്, ഈ 40-ന് ശേഷം നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താവാം. ഈ എഫേർട്ട് എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് മൈൻഡ് സെറ്റ് വേണം, ഫാമിലി വേണം, സ്വാഭാവികം. അതില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് എന്താ വേണ്ടത്? കഞ്ഞി വേണം, ചോറ് വേണം, മന്തി വേണം, മന്തി. ഇതിന് കിട്ടുമ്പോൾ ഇത് കിട്ടാതെ ഇരിക്കുന്ന അവസരത്തിൽ അതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഉൾക്കരുത്തുണ്ട്. അത് ലഭിക്കാത്തടത്തോളം കാലം ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നതാണ്. അതെ, ഈ എഫേർട്ട് ഉണ്ടാവുന്ന 2 എണ്ണം. ഒന്ന് അത്രയും തീഷ്ണമായ ആഗ്രഹം, പോസിറ്റീവായിട്ട് ആഗ്രഹം, അല്ലെങ്കിൽ കിട്ടാത്തൊരു സാധനം നമ്മൾ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ടിട്ട് ആവശ്യം. ഒന്നാമത് അദ്ദേഹത്തിന്റെ പാഷൻ കാരണം അതിനോട് തീഷ്ണമായ ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അതായത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്ന സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കനല്, ആ കനല് കൊണ്ടും ഈ 2 കാരണങ്ങൾ കൊണ്ട് നോക്കുമ്പോഴേ ഈ പാവപ്പെട്ട മക്കളൊന്നും പാവപ്പെട്ടവരെ നിൽക്കുന്നു, പൈസ മക്കളൊന്നും പൈസക്കാരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ തലമുറ, നമ്മുടെ മുൻകാല തലമുറ അവര് മനഃപൂർവ്വമോ അല്ലാതെയോ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പൈസ കൊണ്ടൊരു കാര്യമില്ല, പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നല്ല മനുഷ്യനായാൽ മതി എന്ന് അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യല്ല. പക്ഷെ അവരങ്ങനെ പഠിപ്പിച്ചത് നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ ഏത് വിഷയത്തെയാണോ അതിയായി ആഗ്രഹിക്കുന്നത്, പണത്തെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ നീയത്ത് എന്ന. കാരണം നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിൽ നീയത്ത് പ്രധാനമാണല്ലോ. അപ്പൊ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സാധനമാണ് നീയത്ത്. നീയത്ത് തന്നെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്, നീയത്ത് വായ കൊണ്ട് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കണം. പൈസ കൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല, എന്തിനപ്പോ കുറെ പൈസ ഉണ്ടായിട്ട്. അത് കേട്ട് നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സെന്തായി, പൈസന്റെ കാര്യമില്ല. അന്നത്തെ സാഹചര്യം പറയുമ്പോൾ അന്ന് 1 രൂപക്കും സാധനമൊക്കെ ലഭിച്ചിരുന്നു, ആ 1 രൂപ അത് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ 1 രൂപ കിട്ടുന്നില്ല. പക്ഷെ ആ മെന്റാലിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ നമ്മൾ കുറ്റം പറയാൻ പറ്റുന്നില്ല. ആ വിഷയത്തിൽ എഡ്യൂക്കേഷൻ കുറ്റം പറ്റില്ല. കാരണം അവർക്ക് വീടുകളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, പലപ്പോഴും എല്ലാത്തും കിട്ടൂല. എന്നിട്ടും പാവപ്പെട്ടത് എന്ത് തന്നെയാണ്, അത് സമൂഹത്തിന് കാഴ്ചപ്പാടുണ്ട്. ഇവൻ ഇന്നാളെ മകനാണ്, ഓൻ എന്നും തന്നെ അത് തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ചാരിറ്റി ആളുകൾ,
ചാരിറ്റി ചെയ്യുന്ന ആളുകളും ഇതിനൊരു കാരണക്കാരനാണ് എന്നും പാവപ്പെട്ടവൻ ഒരർത്ഥത്തില് ഒരർത്ഥത്തിൽ എന്നും പാവപ്പെട്ടവൻ. നമ്മൾ ചാരിറ്റിയെ എതിർക്കല്ല. എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഈ നമ്മളൊരു കഥ പറയാറുണ്ടല്ലോ, ഒരു ഒരു പാവപ്പെട്ട ആളുകൾക്ക് മീൻ കൊടുക്കുന്നതും ചൂണ്ടൽ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. മീൻ കൊടുത്താൽ അയാൾ അടുത്ത ദിവസം എന്താവും, ആ മീനിന് പ്രതീക്ഷ അയാളവിടെ വെറുതെ ഇരിക്കും. ചൂണ്ടൽ കൊടുക്കുകയാണെങ്കിൽ അയാൾ അടുത്ത ദിവസം ഇതിലേ എനിക്ക് തോന്നുന്നു ഇത് ഇസ്ലാമിക രസകരമാണ്. അതായത് ഒരു സക്കാത്ത് പോലെ വിഷയം വരുന്നുണ്ടല്ലോ. ഈ സക്കാത്ത് തീർച്ചയായും ഒരു വ്യക്തിയിലേക്ക് തന്നെ കൊടുക്കാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ നാട്ടിൽ പിന്നെ വേറെ പാവപ്പെട്ട വരില്ലല്ലോ. അത് പിന്നെ ഈ മതവിശ്വാസികൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിൽക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ആ നാട്ടിലെ പ്രമാണികൾ എന്താവുന്നില്ല, ആ നാട്ടിലെ മഹലിലെ അവർ അർഹതകൾ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ. ഇതില് ഒന്ന് രണ്ട് വശങ്ങൾ അത് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ കൊടുക്കുന്നത് കിട്ടുന്ന ആളുകൾ എന്നും ഇന്ന കിട്ടാനാണല്ലോ എന്നൊരു മനോഗതിയിൽ ചിക്കണം. അതായത് ഇതിലൊക്കെ എന്താണ് നമ്മളെ മാനസികാവസ്ഥ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതെ, അവർക്ക് ഈ കിട്ടുന്ന പൈസ ഈ മുതലാളിമാരെ ബിസിനസ്മാരല്ലേ, ബിസിനസ്മാരാണോ, അവർക്ക് എന്തുകൊണ്ട് ഇതുപോലെ ബിസിനസ് കൊടുത്തൂടാ? സ്വാഭാവിക ഒരു ബിസിനസ്മാൻ 50,000 ഇപ്പോൾ ഉണ്ടാവുമല്ലോ, ഈ 50,000 രൂപ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തൂടെ? അത് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷം ഏഷ്യാനെറ്റാണ് എൻ്റെ ഓർമ്മ, റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് 2010 മുതൽ 2020 വരെ ബമ്പർ ലോട്ടറി അടിച്ച ആളുകളെ കുറിച്ച്. അതിൽ പറയുന്നത് ബമ്പർ ലോട്ടറി പറഞ്ഞാൽ കോടിയോ 2 കോടിയോ എന്താണ്, 1 കോടി എന്താണ്, അതിൽ കോടി ടാക്സ് കഴിഞ്ഞാൽ എന്തായാലും 50 ലക്ഷത്തിന്റെ പുറം 64 ലക്ഷമോ എന്താണ് അവർക്ക് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ ഒരു വർഷം കഴിയുമ്പോൾ, അതായത് 50 ലക്ഷം കിട്ടിയിട്ട് 1 വർഷം കഴിയുമ്പോൾ ഈ ടീം കിട്ടിയ ആളെന്താണ് പഴയ അവസ്ഥയിലേക്കാൾ താഴോട്ട് പോകുന്ന അവസ്ഥ. ഈ 10 വർഷം, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് കുറെ പൈസ ഉണ്ടായില്ല, അത് എങ്ങനെ ചെലവഴിക്കണം. അത് വലിയ വിഷയം, ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാതെ